യോഗാധ്യക്ഷൻ ശ്രീ നൂറുദ്ദീൻ കുട്ടി സാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഏറെ ബഹുമാന്യരായ സുഹൃത്തുക്കളെ, നാട്ടുകാർ, ഞാൻ ആദ്യമായി ISMൻ്റെ നേതൃത്വത്തെയും പ്രവർത്തകരെയും അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഏത് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലായാലും മന്ത്രവാദത്തിനെതിരായി ഒരു പ്രചാരണ പ്രവർത്തനത്തിലേക്ക് കടക്കണം എന്ന് തീരുമാനിച്ച ഏറ്റവും സയുക്തികമായ ഒരു നിലപാടിനെ ആസ്പദമാക്കിയാണ് ഞാൻ അഭിനന്ദിക്കുവാൻ തയ്യാറായത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ സിദ്ധാന്തം മതത്തിനെതിരെ മനുഷ്യനെതിരാണ് മന്ത്രവാദം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാന തലത്തിൽ നിന്നുകൊണ്ട് മന്ത്രവാദത്തെ കുറിച്ച് പറയാൻ കഴിയുന്നവരുണ്ട്. മാനവികത എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ട് മന്ത്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സുഹൃത്തുക്കളുമെല്ലാം ഈ വേദിയിൽ അത്യാവശ്യത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ നമുക്ക് കാണുവാൻ കഴിയാവുന്ന കാര്യം. ഏതായാലും വളരെ കൃത്യമായി ഈ സമീപനം ഈ വിഷയത്തിൽ അതിൻ്റെ സബ്ജക്റ്റ് സെലക്ട് ചെയ്തതിൽ കൃത്യമായി ISMൻ്റെ ഇതിൻ്റെ സംഘാടകരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ, അതായത് മന്ത്രവാദം മതത്തിനെതിരാണോ മനുഷ്യനെതിരാണോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്, കൃത്യമായി മനുഷ്യനെതിരാണ്, മതത്തിനെതിരാണ് എന്ന പ്രഖ്യാപിത നിലപാടാണ് ഇക്കാര്യത്തിൽ ISM വച്ചിട്ടുള്ളത്. ഞാനൊരു മത പ്രവർത്തകനോ മതപ്രചാരകനോ ഒന്നുമല്ല എന്നുള്ളത് എന്നെ ക്ഷണിച്ച സുഹൃത്തുക്കൾക്കും എന്നെ പരിചയമുള്ള സുഹൃത്തുക്കൾക്കും നന്നായിട്ടറിയാം. പക്ഷേ മതവിശ്വാസത്തെ വലിയ തോതിൽ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തി മന്ത്രവാദത്തെയും അന്ധവിശ്വാസങ്ങളെയെല്ലാം നന്നായിട്ട് പലരും ഉപയോഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്ത് നല്ല രീതിയിൽ അന്ധവിശ്വാസവും അനാചാരവും വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. സാധാരണഗതിയിൽ മനുഷ്യ പുരോഗതിയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഈ കാലഘട്ടത്തിൽ അന്ധവിശ്വാസം കുറഞ്ഞു വരേണ്ടതാണ് ചരിത്രപരമായി നമുക്ക് നോക്കിയാൽ കാണാവുന്ന കാര്യം. പക്ഷേ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ
മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗമനപരമായ കാഴ്ചപ്പാടിൽ എല്ലാം നല്ല വളർച്ചയുണ്ടായിരിക്കുന്ന ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ആൾദൈവങ്ങൾക്കും മന്ത്രവാദികൾക്കും നമ്മുടെ സമൂഹത്തിൽ സ്ഥാനം വർദ്ധിച്ചിരിക്കുന്നത് എന്നത് മതവിശ്വാസികളും മതേതര വിശ്വാസികളും ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവരും അവിശ്വാസികളും എല്ലാം വളരെയധികം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു ഘട്ടമാണിത്. ഇപ്പം ചിറ്റുമൂല ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഇടവന്നത് ഈ കഴിഞ്ഞ 2 ആഴ്ചകളിൽ കേരളത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു പ്രദേശം ചിറ്റുമൂലയാണ്, കരുനാഗപ്പള്ളി ചിറ്റുമൂലയാണ്. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ചുറ്റുപാട്ട് പല പ്രദേശങ്ങളിലും, അത് ചിറ്റുമൂല മാത്രമല്ല, നിറഞ്ഞാടിയിരുന്ന ഈ മന്ത്രവാദ ചികിത്സ ഒരു ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കടന്നപ്പോഴാണ് ഈ വാർത്തയെല്ലാം പുറത്തു വരുന്നത്. ഇവിടെ ഒരു മന്ത്രവാദി വന്ന് ഒരു സ്ത്രീയുടെ രക്ഷകർത്താക്കളുടെ സഹായത്തോടുകൂടി ആ സ്ത്രീയെ ബാധിച്ചിരിക്കുന്ന ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി ഈ മന്ത്രവാദി നടത്തിയ കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഒരു സ്ത്രീ അവരുടെ വിലപ്പെട്ട ജീവൻ ത്യജിക്കേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നത്. നാടെമ്പാടും വലിയ വാർത്തയായിട്ട് മാറി. യഥാർത്ഥത്തിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമേ അല്ല. എത്രയോ സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നു. എന്താണ് നമുക്ക് പറ്റിയത്? തൻ്റെ മകളുടെ ജീവനേക്കാൾ ഒരു രക്ഷകർത്താവിന് മന്ത്രവാദത്തിലും അന്ധവിശ്വാസത്തിലുമുള്ള വിശ്വാസം എങ്ങനെ അധിഷ്ഠിതമായി? ഇവിടെ മതപരമായി വല്ല സ്വയം വിമർശനവും നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ടോ? വിശ്വാസ പ്രചരണത്തിൽ എന്തെങ്കിലും രീതിശാസ്ത്രത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? മതത്തെ വ്യാഖ്യാനിക്കുമ്പോഴും ദൈവത്തെ വ്യാഖ്യാനിക്കുമ്പോഴും വിശ്വാസി സമൂഹത്തിന് എന്തെങ്കിലും മുൻകരുതൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടോ? ഞാൻ ഒരു മതസംഘടനയോ അല്ലെങ്കിൽ മതപരമായ കാഴ്ചപ്പാടോടുകൂടി ഈ പ്രശ്നം അവതരിപ്പിക്കുന്നതോ കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഞാൻ മതവിശ്വാസ സമൂഹത്തിൻ്റെ മുമ്പിൽ ആ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ഇവിടെ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഇസ്ലാം മതം താരതമ്യേന ആധുനിക മതമാണ്. ഇസ്ലാം മതവിശ്വാസികൾ അന്ത്യപ്രവാചകനായി കരുതുന്നത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യ സമൂഹത്തിന് ഒരു കൃത്യമായ വെളിപാട് പകർന്നു നൽകിയ പ്രവാചകനെ ആസ്പദമാക്കിയിട്ടാണ് ഇസ്ലാം മതം അവരുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇസ്ലാം മതം താരതമ്യേന ആധുനിക മതമാണ് എന്നുള്ളത് നമ്മൾ യഹൂദ മതവും ക്രിസ്തു മതവും, ഞാൻ ഹിന്ദു മതം എന്നൊരു മതം ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം ഇസ്ലാം മത രൂപീകരണ ഘട്ടത്തിലോ ക്രൈസ്തവ മത രൂപീകരണ ഘട്ടത്തിലോ ബുദ്ധ ജൈന മത സിഖ് മത രൂപീകരണ ഘട്ടത്തിലോ ഒന്നും തന്നെ ഇന്ത്യയിലെ വിശ്വാസ സംഹിതയെ ഹിന്ദുമതം എന്ന വാക്ക് ഉപയോഗിച്ച് ആരും വിശദീകരിച്ചിട്ടില്ല. ഇവിടെ മതവിശ്വാസം ഉണ്ടായിരുന്നു. അത് ഒരുതരം വൈദിക ആരാധനാ സമ്പ്രദായമായിരുന്നു. ഇവിടെ ശിവന്റെ പേരിലും വിഷ്ണുവിന്റെ പേരിലും വിശ്വാസികൾ തമ്മിൽ വലിയ സംഘർഷങ്ങളുമൊക്കെ നടത്തി. പക്ഷെ ഹിന്ദുമതം എന്ന ഒരു പ്രത്യേക പേരിൽ ഒരു മതം ആരെങ്കിലും സ്ഥാപിക്കുകയോ
ഹിന്ദു മതം എന്ന പേരിൽ ഒരു പ്രഖ്യാപനമോ പ്രചാരണ പ്രവർത്തനമോ ആരും നടത്തിയിട്ടോ ഇല്ല. അപ്പൊ നമ്മൾ വൈദികാരാധന സമ്പ്രദായത്തെ മുഖവിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ശൈവ വൈഷ്ണവ പാരമ്പര്യങ്ങളെ മുഖവിലേക്ക് എടുക്കുകയോ ചെയ്താലും താരതമ്യേന കാലികമായിട്ടുള്ള മതമാണ് ഇസ്ലാം മതം. അതുകൊണ്ട് ഇസ്ലാം മതം ഒരു വിശ്വാസ സംഹിതയ്ക്ക് അപ്പുറത്ത് ഒരു ജീവിതചര്യ കൃത്യമായി പ്രദാനം ചെയ്യുന്നുണ്ട്. ആ ജീവിതചര്യയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം മതവിശ്വാസികൾ അതിന്റെ എല്ലാ മതപരമായിട്ടുള്ള നടപടിക്രമങ്ങളും പാലിക്കുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഈ മതസമൂഹത്തിന് പുറത്തു നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ കാണാൻ കഴിയാവുന്ന ഒരു കാര്യം, ഒരു പരിധിവരെ ക്രിസ്തു മതത്തിലും ഒരു പരിധിയിലപ്പുറം ഹിന്ദു മതത്തിലും ഒക്കെ തന്നെ ദൈവത്തിനും വിശ്വാസിക്കുമിടയിൽ ഏജന്റന്മാർ അനുവദനീയമാണ്. എന്നാൽ അത്തരം ഒരു ഏജൻസിയെയും ഒരു മധ്യവർത്തിയെയും ഒരു പുരോഹിതനെയും കൃത്യമായി സ്ഥാപിക്കാത്ത മതമാണ് ഇസ്ലാം മതം. സുബഹ മുതൽ ഈശ വരെയുള്ള 5 നിസ്കാരവും ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായി നേരിട്ട് സംവേദിക്കുന്നു എന്ന സങ്കല്പമാണ്. അത് സൂര്യോദയത്തിന് മുമ്പ് തുടങ്ങി സൂര്യാസ്തമയത്തിന് ശേഷം അവസാനിക്കുന്ന ഈ 5 നിസ്കാരത്തിലും കൃത്യമായി പ്രഖ്യാപിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല. ബ്രാക്കറ്റിൽ പറഞ്ഞാൽ ആൾ ദൈവത്തിന് അവിടെ സ്ഥാനമില്ലെന്നാണ്. ഈ നിസ്കാരത്തിലെല്ലാം മുഹമ്മദ് റസൂലുള്ളാഹിയെ പ്രകീർത്തിക്കുകയും അല്ലാഹുവിലേക്ക് മനുഷ്യൻ വരാൻ ആഹ്വാനം ചെയ്യുകയും എല്ലാവരും ഒത്തുചേരാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന വാങ്കുവിളിയിൽ അത് ചില ആളുകൾ കൃത്യമായി സമയവും സാഹചര്യവും സൗകര്യവും ഒക്കെ ഉള്ള വിശ്വാസികൾ കൃത്യമായി 5 നേരം നിസ്കരിക്കാറുണ്ട്. അല്ലാത്തവർ അത് മനസ്സിൽ കരുതി അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിനിടയിൽ ഒരു മധ്യവർത്തി ഇല്ല എന്നുള്ളതാണ്. മധ്യവർത്തി എന്ന് പറയുന്നയാൾ ദൈവത്തെയും വിശ്വാസിയും തമ്മിൽ കൂട്ടിയിണക്കി കൊടുക്കുന്ന ആളാണ്. അത് അനിസ്ലാമികമാകും. എങ്ങനെ അനിസ്ലാമികമാകുക എന്നുള്ളത് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഒരു തരത്തിലും സൃഷ്ടിയെ ഇസ്ലാം മതം ആരാധിക്കുന്നില്ല. ഹിന്ദുമത വ്യാഖ്യാനം അനുസരിച്ച് എല്ലാ സൃഷ്ടിയിലും ദൈവം കുടികൊള്ളുന്നു എന്നാണ്. അതുകൊണ്ട് സൃഷ്ടിയെ ആരാധിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം വളരെയധികം ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ഹിന്ദുമതവുമായി ബന്ധപ്പെടുത്തിയിട്ട്. എല്ലാ തൂണിലും തുരുമ്പിലും എല്ലാം ദൈവം അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഹിന്ദുമതം മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരം ഒരു കോൺസെപ്റ്റ് ഹിന്ദുമതത്തിലുള്ളത് കൊണ്ട് വിഗ്രഹാരാധന ഹിന്ദുമതത്തിൽ വ്യാപകമാണ്. വിഗ്രഹാരാധനയ്ക്കെതിരായി ചിന്തിക്കുന്നവർ ഹിന്ദുമതത്തിൽ വ്യാപകമാണ്. വിഗ്രഹമേ പാടില്ല, ക്ഷേത്രമേ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഹൈന്ദവ മതവിശ്വാസികളുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അതിൽ. പക്ഷേ ഇസ്ലാം കൃത്യമായി പ്രഖ്യാപിക്കുന്നത് ഒരു തരത്തിലും സൃഷ്ടി ആരാധിക്കാൻ പാടില്ല, സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇത് ഇസ്ലാം മതത്തിൽ എത്ര ചേരികൾ ഉണ്ടായിക്കൊള്ളട്ടെ, എത്ര വിഭാഗങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, എത്ര തരംതിരിവുകൾ ഉണ്ടായിക്കൊള്ളട്ടെ, ഈ അടിസ്ഥാന ഇസ്ലാമിക സങ്കല്പത്തിനെതിരായി ഏത് വിഭാഗം പ്രവർത്തിച്ചാലും അയാൾ ഇസ്ലാം ആവില്ലെന്ന് മാത്രമല്ല അയാൾ മാനവീയതയ്ക്കെതിരായിട്ട് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലോഗനെ അത്ര കൂടുതൽ എടുത്തു പറഞ്ഞതിന്റെ കാരണം. എന്നാൽ നമ്മൾ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് പലരുടെ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചാൽ, പലരുടെ രീതികൾ പരിശോധിച്ചാൽ, പല ആചാര സമ്പ്രദായങ്ങളും എടുത്തു നോക്കിയാൽ പല സ്ഥലങ്ങളിലും ഈ സൃഷ്ടി ആരാധിക്കുന്ന കൃത്യമായ സമീപനം കാണാൻ കഴിയും. ഇപ്പൊ ഖബർ പ്രാർത്ഥന എങ്ങനെയാ ഇസ്ലാമികമാകുക എന്നുള്ളത് ഇപ്പൊ ഞാൻ പറയുന്നതിൽ പെശകുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം പറയാം. ഒരു ഇസ്ലാമിക സമ്പ്രദായം അനുസരിച്ച് എങ്ങനെയാണ് ഖബർ പ്രാർത്ഥനയെ അംഗീകരിക്കാൻ കഴിയുക?
മാമ്പറം തങ്ങളുടെ ഖബർ ലേലത്തിന് പോയത് 76 ലക്ഷം രൂപയ്ക്കാണ് കഴിഞ്ഞ വർഷം. ഈ കേരളത്തിൽ തന്നെയുള്ള ഒരു ആരാധനാ സമ്പ്രദായത്തിന്റെ ഭാഗമാണ് അജ്മീർ പള്ളി. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ 99% ആളുകളും സന്ദർശിച്ചിട്ടുള്ള പള്ളിയാണ്. ഞാനും ആ അജ്മീർ പള്ളിക്കകത്ത് കയറിയിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് ഇസ്ലാം മത വിശ്വാസത്തെ കൃത്യമായി ഒരു കച്ചവടത്തിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അജ്മീർ പള്ളി സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അജ്മീർ പള്ളിക്കകത്ത് കയറുമ്പോൾ ഉള്ള അതൊന്നും ഇവിടെ വിശദീകരിക്കണ്ടല്ലോ. ഞാനൊരിക്കൽ അജ്മീർ പള്ളിക്കകത്ത് കയറിയപ്പോൾ എനിക്ക് ചുറ്റും ഒരു 3-4 പേര് എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആ പള്ളിയിലെ സമ്പ്രദായങ്ങൾ പഠിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും വേണ്ടി പോയ ആളാണ്. വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ വലിയ തിരക്കാണ് അവിടെ. ആ തിരക്കിൽ നിന്നും എന്നെ രക്ഷിച്ച്, എന്നെ ഒരു പരിചയമില്ലാത്ത ആളുകളാണ് രക്ഷിച്ച് അതിനകത്ത് കൊണ്ടുപോയി അവിടെ മനസ്സിലാക്കുന്നതിനും കാണുന്നതിനുമൊക്കെ അവസരം തന്നിട്ട് അവർ പുറത്ത് വേറൊരു വാതിൽ കാത്തു നിൽക്കുകയാണ് എന്നെ പ്രതീക്ഷിച്ച്. എന്നിട്ട് ഒരാൾ അടുത്ത് വന്നിട്ട് എന്നോട് പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും സംഭാവന നൽകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഔദ്യോഗിക പെട്ടിക്കകത്ത് നിക്ഷേപിക്കരുത്, അത് ഗവൺമെന്റിലേക്ക് പോകും, വഖഫ് ബോർഡിലേക്ക് പോകും, ഗവൺമെന്റിലേക്ക് പോകും. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംഭാവന നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിൽ തരിക. അതിന്റെ മലയാളം എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുന്നതിന് നിങ്ങൾ സംഭാവന നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിൽ തന്നാൽ ഞങ്ങൾ ഇടപെട്ട് അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരുമെന്നല്ലേ അതിന്റെ മലയാളം. ഇത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക ആരാധനാ കേന്ദ്രത്തിലെ ഒരു അവസ്ഥ ഞാൻ പറയുക, എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇനി രാജസ്ഥാൻ മരുഭൂമിയിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം, ഹിന്ദുമതവുമായി ബന്ധപ്പെടുത്തി. അത് നിങ്ങൾക്ക് ചില ചെറുപ്പക്കാർക്കെങ്കിലും തമാശയായിട്ട് തോന്നുന്നു ശരിയാണോ എന്നുള്ളത്. ഞാൻ രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, കുറച്ച് യാത്രപ്രിയൻ കൂടിയാണ്. സഞ്ചരിക്കുമ്പോൾ ഒരു മരുഭൂമിയിൽ കൂടാണ്, വിജനമായ സ്ഥലത്തൂടെ പോവുകയാണ്. നമ്മൾ കരുതുന്നത് പോലെ രാജസ്ഥാൻ വരണ്ട സ്ഥലമൊന്നുമല്ല, മനോഹരമായ സ്ഥലം കൂടിയാണ്. ചില സ്ഥലങ്ങളൊക്കെ കേരളത്തേക്കാൾ അതിമനോഹരമാണ് രാജസ്ഥാൻ. അപ്പൊ സഞ്ചരിക്കുമ്പോൾ ഒരു റോഡിൽ ആൾക്കൂട്ടം കണ്ടു, ഒരു മരച്ചുവട്ടിൽ ഭയങ്കര ആൾക്കൂട്ടം കണ്ടു. ഞാൻ അവിടെ ഇറങ്ങി ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ വളരെ വില കൂടിയ കാറുകൾ റോഡ് സൈഡ് നിരത്തിയിട്ടിരിക്കുകയാണ്. അത് BMW, ഓഡി, ലാൻഡ് റോവർ ഒക്കെ ഉള്ള വലിയ വലിയ കാറുകൾ നിരന്ന് കിടക്കുകയാണ്. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ചെല്ലുമ്പോൾ ഒരു ബൈക്കിന്റെ പുറത്ത് കുറേയധികം പൂമാലകളും കാര്യങ്ങളും ഒക്കെ വാരിയിട്ടിട്ട് ആളുകൾ ആ ബൈക്കിനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. ഈ അടുത്ത യന്ത്രരൂപകൽപ്പന എത്ര കാലം ഉണ്ടായി നിങ്ങൾക്കറിയാമല്ലോ. പുതിയ കാലത്തെ ബൈക്ക് 100cc ബൈക്കുകൾ ഉണ്ടായിട്ട് എത്ര കാലമായി നിങ്ങൾക്കറിയാമല്ലോ. ആ ബൈക്കിനെ ഒരു മരച്ചുവട്ടിൽ വെച്ചിട്ട് ആളുകൾ ഈ വില കൂടിയ കാറിനകത്ത് വന്ന വലിയ സമ്പന്നരും ദരിദ്രരും ഉൾപ്പെടെയുള്ള ആളുകൾ മാലകൾ ഇട്ട് ഈ വണ്ടിയെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ക്യൂ നിർത്തിയിട്ടുണ്ട്, വലിയ ആളുകൾക്ക് പ്രത്യേകം ക്യൂ, ചെറിയ ആൾക്ക് പ്രത്യേകം ക്യൂ ഒക്കെ ഉണ്ട്. അന്വേഷിച്ചപ്പോഴാണ് 2 ദിവസം മുമ്പ് ഈ ബൈക്ക് ഇടിച്ച് അവിടെ ഒരാൾ മരിച്ചു ആ സ്ഥലത്ത് വെച്ച്. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഈ ബൈക്ക് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ച ബൈക്ക് തനിയെ ഈ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതാണ് ബൈക്കിനെ ആരാധിക്കാനുള്ള കാരണം. ഒരു ബൈക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഇപ്പുറത്ത് മാറിയാണ് ഇരിക്കുന്നത്. ഇപ്പൊ രാത്രി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ച ബൈക്ക് അവിടുന്ന് മാറി ഈ അപകടം നടന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് കൂടി നിൽക്കുന്ന ഭക്തരുടെ വികാരം. ഈ ഭക്തരിൽ +2 പാസ്സായവരുണ്ട്, ഡിഗ്രി പാസ്സായവരുണ്ട്, PG എടുത്തവരുണ്ട്, മതപാണ്ഡിത്യം നേടിയവരുണ്ട്, ടെക്നോക്രാറ്റുകളുണ്ട്, പ്രൊഫഷണൽ ബിരുദം നേടിയവരുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. ചോദ്യം, ഇവരൊക്കെ പഠിച്ചത് എന്തിന് എന്നൊരു ചോദ്യം ഇതിനകത്തുണ്ട്. എന്തിനാണ് ഇവർ വിദ്യാഭ്യാസം നേടിയത് എന്ന സാമാന്യ ക്വസ്റ്റ്യൻ അതിനകത്ത്. മതവിശ്വാസികളാണെങ്കിൽ മതവിശ്വാസം ഇങ്ങനെ 100cc ബൈക്കിനെ ആരാധിക്കുന്നിടത്തോളം താഴാമോ? ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവവിശ്വാസി ഇങ്ങനെ യന്ത്രത്തെ തൊഴുന്നിടത്തേക്ക് താഴാവോ? ഇനി വിദ്യാസമ്പന്നരാണെങ്കിൽ ഈ സയുക്തികമായ വിദ്യാഭ്യാസ ബോധം ഇങ്ങനെ ഒരു വണ്ടിയെ തൊഴുന്നിടത്തേക്ക് അധപ്പതിക്കാമോ? ഇനി മതവിശ്വാസിയും ദൈവവിശ്വാസിയും വിദ്യാസമ്പന്നരും അവിദ്യയുള്ളവരും ആരായിക്കൊള്ളട്ടെ,
ഒരു സാമാന്യ യുക്തി ഇതിനകത്ത് പ്രവർത്തിക്കണ്ടേ? ഇത് മറ്റൊരിടത്തെ കഥ ഞാൻ പറഞ്ഞു. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ദയവായി ഇത്തരം ചർച്ചകളിൽ കുറച്ചുകൂടി സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കണം. ഒരു വിശ്വാസി ഇതിന്റെ പേരിൽ പ്രകോപിതനാകരുത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ക്രൈസ്തവ സമൂഹം വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്നത് ആരെയാ? ഈ അടുത്ത സമയത്ത് പ്രഖ്യാപിക്കപ്പെട്ട 2-3 പേരുടെ കഥകൾ പത്രങ്ങളൊക്കെ അങ്ങ് ആഘോഷിക്കും. ഇത് നമ്മുടെ നാട്ടിലെ പത്രങ്ങളും ചാനലുകളൊക്കെ ഈ വാഴ്ത്തപ്പെട്ടവരെ ആഘോഷിക്കും. വാഴ്ത്തപ്പെട്ടത് പ്രഖ്യാപിക്കുന്നത് പോപ്പ് തിരുമേനിയാണ് പ്രഖ്യാപിക്കുന്നത്. പോപ്പ് തിരുമേനിയാണ് വാഴ്ത്തപ്പെട്ടവരെ സംബന്ധിച്ച് പ്രഖ്യാപിക്കുക. നമ്മുടെ കേരളീയരായിട്ടുള്ള ചില ആളുകളെ, ചില ദൈവിക പ്രവർത്തകരെ വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് അൽഫോൺസ് സാമ്പ. ഈ അടുത്ത കാലത്ത് വേറെ 1-2 പേരെ പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ആ വാഴ്ത്തപ്പെടാനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അവര് ചില രോഗികളെ തടവി രോഗം മാറ്റി എന്നാണ്. അവരിപ്പോ വാഴ്ത്തപ്പെട്ടവരാരും ജീവിച്ചിരിപ്പില്ല. 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അവർ ജീവിച്ചിരുന്നത്. അവർ രോഗിക്ക് സൗഖ്യം കൊടുത്തു, അവരുടെ പരിചരണം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന കൊണ്ട്. അത് ക്രിസ്തു മതത്തിൽ അത് ദൈവത്തിന്റെ മുമ്പിൽ അപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഇസ്ലാം മതത്തിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ്. ഇസ്ലാം മതത്തിൽ അപേക്ഷിക്കാൻ നിങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ദൈവത്തോട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള അവകാശം സ്വയം ഏറ്റെടുക്കുക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നെറ്റി താഴത്തൊടുവിച്ച് കൈകൾ താഴെ മുട്ടിച്ച് ലോകനാഥനോട് പ്രാർത്ഥിക്കുക എന്ന സങ്കല്പനമാണ് ഇസ്ലാം മതത്തിൽ. പക്ഷെ ക്രിസ്തു മതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ്. പരിമല തിരുമേനി, നീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിൽ അപേക്ഷിക്കാനുള്ള ഒരു ഏജന്റ് അവിടെ ഉണ്ട്. ആ പുരോഹിത സമൂഹത്തിന് വലിയ 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 പങ്കാളിത്തമുണ്ട്. അപ്പൊ രോഗം സുഖം പ്രാപിപ്പിച്ചതിന്റെ പേരിൽ ദൈവത്തിന്റെ അടുത്ത ആളായിട്ട് വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പോപ്പ് തിരുമേനി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുസൃതി ചോദ്യങ്ങളും യുക്തിപരമായ ചോദ്യങ്ങളൊന്നും ഇതിന്റെ പിറകിൽ ഒന്നും അല്ലെന്നറിയാം. ഈ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തി വൈദഗ്ധ്യം നേടിയ ഡോക്ടർ, അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തി വൈദഗ്ധ്യം നേടിയ ഡോക്ടർ, ഗുരുതരമായ രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്ന ഭിഷഗ്വരന്മാർ, ഇവരെല്ലാം കൂടെ പോപ്പ് തിരുമേനി വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചാൽ എത്ര 1000 പേരെ പ്രഖ്യാപിക്കേണ്ടി വരും? AM-ലെ ഡോക്ടർമാരെ, വല്യത്തിന്റെ ഡോക്ടർമാരെ, പരമേശ്വരൻ ഡോക്ടർമാരെ എല്ലാം വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. അങ്ങനൊന്നും ചോദിക്കാൻ പാടില്ലെന്നാണ്, അങ്ങനൊന്നും പറയാൻ പാടില്ലെന്നാണ്. ഞാൻ അതുകൊണ്ടാണ്. പക്ഷെ ഇസ്ലാം മതത്തിൽ പോലും ചിലരിതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ KNM-ന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എനിക്കുള്ളൊരു സന്തോഷം. അതുകൊണ്ട് കൃത്യമായി ഇത് അനിസ്ലാമികമാണ്. ഖബർ പ്രാർത്ഥന അനിസ്ലാമികമാണ്, നേർച്ച അനിസ്ലാമികമാണ്, ഉറുക്ക് ജപം അനിസ്ലാമികമാണ്, വെള്ളം ജപിച്ചു കൊടുക്കൽ അനിസ്ലാമികമാണ്, ഖുറാൻ തെറാപ്പി അനിസ്ലാമികമാണ്. ഇത് പ്രഖ്യാപിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ശരിയായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുമ്പിൽ ഒരു ഏജന്റ് ഇല്ല, ദൈവത്തിനൊരു ഏജന്റ് ഇല്ല എന്ന് കൃത്യമായി സ്ഥാപിക്കലാണ്. അപ്പോ ഇവിടെ വന്ന് മന്ത്രവാദം നടത്തിയവൻ ഖുറാൻ വായിച്ചിട്ടുണ്ടോ? പള്ളിയിൽ പോയിട്ടുണ്ടോ? മദ്രസയിൽ പോയിട്ടുണ്ടോ? ഏതെങ്കിലും മത പുരോഹിതൻ മത വ്യാഖ്യാതാക്കളുടെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? അയാളെ സംബന്ധിച്ച് ഇതെല്ലാം കേട്ടിട്ടില്ല എന്ന് ഞാൻ പറയില്ല. അയാൾ ഇതെല്ലാം കേട്ടിട്ടുണ്ടാവും. പക്ഷെ അയാൾ ഇസ്ലാം മതത്തെ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. അയാൾ ദൈവസങ്കല്പത്തെ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. അയാൾ മനസ്സിലാക്കാതിരുന്നത് അയാളിലെ കച്ചവട താല്പര്യം കൊണ്ടോ അയാളിലെ പണസമ്പാദന ആർത്തി കൊണ്ടോ ആയിരിക്കാം. പക്ഷെ ഈ പെൺകുട്ടിയുടെ പിതാവ് എങ്ങനെയാണ്, അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല. ആ പിതാവ് എങ്ങനെയാണ് ഈ ഖുറാൻ കേട്ടത്, മനസ്സിലാക്കിയത്, പഠിച്ചത്, വായിച്ചത്? അദ്ദേഹം ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടാവുമല്ലോ. ആ നിസ്കാരത്തിൽ അല്ലാഹു അല്ലാതൊരു ദൈവമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോ താൻ ജന്മം കൊടുത്ത പെൺകുട്ടിയെ പിറകിൽ നിന്നുകൊണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ച് കാലുകൾ കൂട്ടിപ്പിടിച്ച് കെട്ടി അവളുടെ ബാക്ക് ബോണിന് നട്ടലിന് ഇടിച്ച് ജിന്നിനെ പുറത്തു കളയുന്ന ഒരുത്തന്റെ മേൽ ആ പിതാവ് വിശ്വാസം അർപ്പിച്ചെങ്കിൽ അയാളുടെ വിശ്വാസം അയാൾക്ക് കൊടുത്ത സംഭാവന എന്താണ്? അയാൾക്ക് ഈ മതം പകർന്നു കൊടുത്ത, വിശ്വാസം പകർന്നു കൊടുത്ത സംഭാവന എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം അവിടെ പ്രമുഖമായിട്ട് ഉയർന്നു വരുന്നു. അത്
ഹിന്ദു മതത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഹിന്ദു മതത്തിൽ ഇതിനപ്പുറവും നടത്താം, ഒരു പരിധിവരെ ക്രിസ്തു മതത്തിൽ ഇത് നടത്താം, കാരണം ഇതിന്റെ വ്യാഖ്യാനം അങ്ങനെയാണ്. പക്ഷെ ഇസ്ലാം മതത്തിൽ ഒരു കാരണവശാലും അത് നടന്നുകൂടാ. അതുകൊണ്ടാണ് അത് മതത്തിനെതിരാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. പിന്നെ മാനവികതയ്ക്കെതിരാ മനുഷ്യനെതിരാണെന്നുള്ള കാര്യം തർക്കമറ്റ സംഗതിയാണ്. ഇപ്പൊ നമ്മുടെ ലോകത്ത് ആൾ ദൈവങ്ങളുടെ ഒരു വിളയാട്ടമാണ്. ഞാന് ഒരു ഏതാനും വർഷം മുമ്പ് കൊട്ടിയത്ത് ഒരു ആൾദൈവത്തിന്റെ പരിപാടിയുമായി ബന്ധപ്പെടുത്തി അവിടെ ഒരു പ്രതിഷേധ ചെറുപ്പക്കാരുടെ ഒരു പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തപ്പോൾ ആ ആൾദൈവത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്ത്രീയാണ്, ഒരു ചിട്ടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന് പൊളിഞ്ഞപ്പോൾ എന്നാൽ ഈ പരിപാടി ആകാമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു സ്ത്രീയാണ്. അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയുമോ? അവർ ചെയ്തുകൊണ്ടിരുന്നത് കുട്ടികളില്ലാത്തവരെല്ലാം ക്ഷണിക്കുകയാണ്, ദമ്പതികളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ ക്ഷണിച്ചിട്ട് ഒരു കുപ്പി വെള്ളം, നമ്മുടെ മിനറൽ വാട്ടറൊക്കെ വരുന്ന കുപ്പിയില്ലേ, ആ കുപ്പിക്കകത്ത് ഒരു കുപ്പി വെള്ളം ജപിച്ചിട്ട് ഈ കുട്ടികളില്ലാതെ വരുന്ന ദമ്പതിക്ക് കൊടുത്തു. ഇവര് പോയിട്ട് ഈ ജപിച്ചു കൊടുത്ത വെള്ളം അവർ അകത്താക്കുകയും അവരുടെ ജീവിത വ്യവഹാര പ്രക്രിയയിൽ, ആ വ്യവഹാര പ്രക്രിയ എന്താന്ന് പൊതുയോഗത്തിൽ വിശദീകരിക്കണ്ടല്ലോ, ആ വ്യവഹാര പ്രക്രിയ ഏർപ്പെടുകയും ചെയ്താൽ അവർക്ക് കുട്ടി ഉണ്ടാവും. ഇതാരാ ജപിച്ചു കൊടുക്കുന്നറിയാവോ? 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന നാട്ടും പുറത്ത് ചിട്ടി നടത്തി പൊളിഞ്ഞ ഒരു സ്ത്രീയാണ് ഇത് നടത്തുന്ന ആൾദൈവം. അവിടെ ചെല്ലുന്നത് ആരാ? എസ്.എൻ. കോളേജിലെ അധ്യാപക ദമ്പതികൾ. കൊല്ലം എസ്.എൻ. ശ്രീനാരായണ കോളേജിലെ അധ്യാപക ദമ്പതികൾ. എനിക്ക് അവരെ പരിചയമുണ്ട്, ഞാൻ പിന്നീട് പരിചയപ്പെട്ടതായി, പോയ ആളുകളെയൊക്കെ തിരക്കിയ പരിചയം. ഞാൻ ആ ഒറ്റ ഉദാഹരണം പറയുകയാണ്. എസ്.എൻ. കോളേജിലെ അധ്യാപക ദമ്പതികൾ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർക്കും PhD ഉണ്ട്. രണ്ടുപേരും, ഒരാൾ കെമിസ്ട്രിയാണ് പഠിപ്പിക്കുന്നത്, ഒരാൾ സുവോളജിയാണ് പഠിപ്പിക്കുന്നത്. രണ്ടുപേർക്കും PhD ഉണ്ട്. രണ്ടുപേരും രസതന്ത്രത്തിലും സസ്യശാസ്ത്രത്തിലും ബിരുദമെടുത്തവരാണ് രണ്ടുപേരും. ആ രണ്ടുപേരും ബിരുദാനന്ദ ബിരുദം സമ്പാദിച്ച് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളുകളാണ് ഈ സ്ത്രീയുടെ മുമ്പിൽ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ചെല്ലുന്നത്. ഇനി കുട്ടികൾ ഉണ്ടാവത്തില്ലയോ? അതിന് ഒരു 75 വർഷം മുമ്പ് കേരളത്തിലെ ഒരു പ്രധാന സാഹിത്യകാരൻ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. സഞ്ജയൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞ രുദ്രാക്ഷ കച്ചവടം എന്ന് പറഞ്ഞ ചെറുകഥ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ എല്ലാവർക്കും, ഈ കുട്ടികളില്ലാത്തവർക്കെല്ലാം രുദ്രാക്ഷം കൊടുക്കലാണ് ഇയാളുടെ പരിപാടി. അപ്പൊ ഇയാളുടെ ഭാര്യ ഒരിക്കൽ ചോദിച്ച്, ഈ രുദ്രാക്ഷം കൊണ്ടുപോകുന്നവരെല്ലാം പ്രസവിക്കുന്ന എന്താ ഉറപ്പ്? അപ്പൊ അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, 100 പേര് കൊണ്ടുപോകുന്നതിൽ എന്ത് വന്നാലും 3-4 പേര് പ്രസവിക്കും, ബാക്കിയുള്ളവർ അവരുടെ വിധിയാന്ന് കരുതും. ഇയാൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. A.T. കോവൂർ പറയുമ്പോൾ അദ്ദേഹം ഒരു യുക്തിവാദി പ്രവർത്തകനാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ തള്ളിക്കളയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു സംഭവം എല്ലാ ചുറ്റുമൂലക്കാരെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഗംഗാ നദി എന്ന് പറഞ്ഞാൽ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ച് വലിയ വിശ്വാസമുണ്ട്. ഗംഗ പുണ്യനദി എന്നാ കരുതുന്നത്. പരമശിവന്റെ തലയിൽ നിന്ന് ഉത്ഭവിച്ചു എന്നാണ് ഹിന്ദുമത വിശ്വാസികൾ കരുതുന്നത്. അതുകൊണ്ടാണ് ഈ പരമശിവന്റെ തലയിൽ നിന്ന് ഗംഗ ഒഴുകുന്നു, അപ്പൊ ഗംഗയെ പുണ്യനദിയായിട്ട് കരുതും. പക്ഷെ ഗംഗയുടെ അവസ്ഥ വേറെയാണ്. അത് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മലിനമായ നദികളിൽ ഒന്ന് ഗംഗയാണ്. ഒരു മനുഷ്യന് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന അളവ്, കുടിക്കാനല്ല, വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന കോളിഫോം ബാക്ടീരിയയുടെ അളവ് 500ആണ്. ഗംഗാനദിയിൽ അടങ്ങിയിട്ടുള്ളത് 5 ലക്ഷമാണ്. ഇതാണ് ഗംഗാനദിയുടെ മാലിന്യത്തിന്റെ കാഠിന്യം പറഞ്ഞാൽ വ്യക്തമായിട്ട് വേറെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അതിന്റെ കരയിൽ ദഹനം നടത്തും, മനുഷ്യ ശരീരം ദഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബന്ധുക്കൾ അവിടെ ചെന്ന് വിറകെല്ലാം വെച്ച് കത്തിച്ചു തുടങ്ങും, ബന്ധുക്കൾ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങ് പോരും. അപ്പൊ ഈ കത്തിക്കാൻ നിൽക്കുന്ന ആളുകൾ പകുതി കത്തി കഴിഞ്ഞിട്ട് ഈ തട്ടി കായലിലേക്ക് കയറും, ബാക്കി വിറക് ഇയാൾ എടുക്കും അടുത്ത ആളെ കത്തിക്കാൻ വേണ്ടി. ഈ പകുതി കരിഞ്ഞ ശരീരത്തിന്റെ പുറത്ത് കഴുകനിരുന്ന് പോകുന്നത് ഗംഗയുടെ തീരത്ത് നിന്നുകൊണ്ട് കാണാം. അത്ര മലിനമായിട്ടുള്ള നദിയാണ് ഗംഗാ നദി. അപ്പൊ A.T. കോവൂർ വടക്കേന്ത്യ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ അമ്മ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, തെക്കേലെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണ അപ്പുറത്ത് നിൽക്കുന്നത്, അവള് കല്യാണം കഴിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞു, അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. നീ വടക്കേന്ത്യയിൽ പോയിട്ട് വരുമ്പോൾ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത്തിരി ഗംഗാജലം കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുക്കണം. A.T. കോവൂർ ഇത് കേട്ടുകൊണ്ട് പോയി, തിരിച്ചു വന്നു, മറന്നുപോയി. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പോഴാണ് ഓർക്കുന്നത് അമ്മ പറഞ്ഞ ഗംഗാജലം കൊണ്ടുവന്നില്ല. പെട്ടെന്നൊരു കുപ്പി സംഘടിപ്പിച്ച്
ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ പൈപ്പ് വെള്ളം എടുത്ത് അടച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയും തെക്കിയിലെ പെൺകുട്ടിയെയും വിളിച്ചു നിർത്തിയിട്ട് ഭയഭക്തി ബഹുമാനത്തോടുകൂടി കൊടുത്തിട്ട് പറഞ്ഞു ഗംഗാജലമാണ് എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി ഗംഗാജലം വാങ്ങിച്ചുകൊണ്ടുപോയി കോവൂരി സംഭവം മറന്നു. 2-3 വർഷം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നു. അമ്മ പറഞ്ഞു നിനക്കൊരാളെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് തെക്കിയിലെ പെൺകുട്ടിയെ വിളിച്ചു. വന്നപ്പോൾ അവളൊരു കൊച്ചിനെ ഒക്കത്ത് വെച്ച് കാൽവിരൽ കൊണ്ട് തറയിൽ കളം വരച്ച് നാണത്തോടുകൂടി നിൽക്കുകയാണ്. അമ്മ പറഞ്ഞു മക്കളെ നീ കൊണ്ടു കൊടുത്ത ഗംഗാജലത്തിലുണ്ടായ കുട്ടിയാ അവളുടെ ഒക്കത്തിരിക്കുന്നതെന്ന്. കുട്ടി എങ്ങനെ ഉണ്ടായെന്നുള്ള വേറെ പരിശോധിക്കണം. ഈ ഗംഗാജലം കുടിച്ചാണ് കുട്ടി ഉണ്ടായതെന്ന് ആ പെൺകുട്ടി വിശ്വസിച്ചു, അമ്മ വിശ്വസിച്ചു. യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഇതാണ് ഈ വിശ്വാസ സംഹിതയുമായി ബന്ധപ്പെടുത്തി, അന്ധവിശ്വാസവുമായി ബന്ധപ്പെടുത്തി എവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ജിന്നിനെ പുറത്ത് കളയാൻ, എന്നെ ദീർഘിപ്പിച്ചു പോകുന്നില്ല, നിരവധി പ്രസംഗങ്ങളുണ്ട്. ജിന്നിനെ പുറത്ത് കളയാൻ അല്ലെങ്കിൽ ശൈത്താനെ പുറത്ത് കളയാൻ മനുഷ്യ ശരീരത്തെ ആക്രമിക്കുക. ശൈത്താൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എങ്ങനെ വിശ്വസിച്ചാലും കരുതിയാലും അതൊരു രൂപമല്ല, അതൊരു പ്രതീകമാണ്, തിന്മയുടെ പ്രതീകമാണ്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ തിന്മയുടെ പ്രതീകമാണ്, ദൈവത്തിന്റെ നേർവിപരീത ശബ്ദമാണ്, തിന്മയുടെ പ്രതീകമാണ്. മനുഷ്യന് മാനസികമായ സമരം തെറ്റുന്നത്, അവന് ഭ്രാന്ത് ഉണ്ടാവുന്നത് കൃത്യമായി ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അത് ന്യൂറോ സയൻസിന് അതിന് പരിഹാരം ഉണ്ടാക്കാനും കഴിയും. തലച്ചോറിലുണ്ടാകുന്ന, മസ്തിഷ്കത്തിലുണ്ടാകുന്ന ടെമ്പറൽ ദളങ്ങളിലുണ്ടാകുന്ന ചലനമാണ് ഒരാളിന്റെ മാനസികാവസ്ഥ താളം തെറ്റിക്കുന്നത്. അങ്ങനെ താളം തെറ്റിക്കുന്നതിന് ശാസ്ത്രീയമായി ന്യൂറോ സയൻസിൽ ചികിത്സയുണ്ട്. അത്തരം ഒരു ചികിത്സ നടത്തേണ്ടതിന് പകരം മനുഷ്യ ശരീരത്തിൽ നിന്ന് ജിന്നിനെ പുറത്തിയാടിക്കുക, ശൈത്താനെ പുറത്തിയാടിക്കുക എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ മന്ത്രം നടത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടുക എന്ന് പറഞ്ഞാൽ അത് അനിസ്ലാമിക മാത്രമാണെന്ന് മാത്രമല്ല, അത് മനുഷ്യത്വത്തിന്റെ എതിരാണെന്ന് മാത്രമല്ല, മാനവ സമൂഹം ഇന്നേവരെ നേടിയ എല്ലാ സംസ്കാരത്തെയും തകർക്കുന്നത് കൂടിയാണ്, എല്ലാ പുരോഗതിയും തകർക്കുന്നത് കൂടിയാണ് എന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇവിടിപ്പോ ഒരു പെൺകുട്ടിയെ തല്ലിക്കൊന്ന ഒരാള് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ആൾദൈവം എന്ന സങ്കല്പം തന്നെ ഒരർത്ഥത്തിൽ അത് ഹിന്ദുമതത്തിനും എതിരാണ്. ഹിന്ദുമതത്തിലാണല്ലോ കൂടുതൽ ആൾദൈവങ്ങൾ ഇപ്പൊ വിരാജിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവർക്കൊന്നും എതിരെ ആർക്കും പറയാൻ പറ്റില്ല. കാരണം സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും ഇവരുടെ പ്രബോധനങ്ങളിലും ഇവരുടെ പ്രഖ്യാപനങ്ങളിലും വീണ് കിടക്കുകയാണ്. കോടാനുകോടി രൂപയുടെ സമ്പത്തുണ്ടാക്കി ആ സമ്പത്ത് കൈകാര്യം ചെയ്തുകൊണ്ട് അതിൽ കുറച്ച് പാവപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് വലിയ തോതിൽ ലോകത്താകെ ഇത് വളർന്നു വരികയാണ്. ഇന്ത്യയിൽ അതിന്റെ ഒരു വലിയ തരംഗം തന്നെയുണ്ട്. എങ്ങനെയാണ് ദൈവത്തിന്റെ ഏജന്റന്മാരായിട്ട് ഇവർ പ്രവർത്തിക്കുന്നത്? അവർ വലിയ സ്കൂളുകൾ സ്ഥാപിക്കുന്നു, കോളേജുകൾ സ്ഥാപിക്കുന്നു, അവരുടെ ടിപ്പർ ലോറികൾ ലോകത്തോട് ആകെ ഓടിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് ചാനലുകൾ ഉണ്ടാകുന്നു. ഇതെല്ലാം കേരളത്തിൽ, ഇന്ത്യയിൽ വ്യാപകമായി നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ദൈവ സമ്പ്രദായമനുസരിച്ച്, വിശ്വാസ സമ്പ്രദായമനുസരിച്ച് ഇതൊന്നും തന്നെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. ഞാൻ അതിന്റെ ദീർഘമായ വശങ്ങളിലേക്ക് പോകുന്നില്ല. വിശ്വാസികളുടെ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടുന്നത് വിശ്വാസികളാണ്. അവിശ്വാസികൾ എതിർക്കാൻ തുടങ്ങിയാൽ ദുർവ്യാഖ്യാനം ഉണ്ടാവും. അതുകൊണ്ട് ആൾദൈവത്തെ എതിർക്കേണ്ട ജോലി വിശ്വാസികൾ ഏറ്റെടുക്കണം. മന്ത്രവാദത്തെ എതിർക്കേണ്ട ജോലി മതവിശ്വാസികൾ ഏറ്റെടുക്കണം. ആൾദൈവങ്ങളെ എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾദൈവം ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. മനുഷ്യർ ദൈവിക അംശം മനുഷ്യനെ തന്നെ ആരോപിച്ചുകൊണ്ട് അവരെ ആരാധിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഹിന്ദുമത ധാരയിൽ പോലും വലിയ എതിർപ്പുകൾ, ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആത്മീയ ആചാര്യന്മാർ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള അതിനെയാണ്. ശ്രീനാരായണ ഗുരു വിഗ്രഹ വിശ്വാസി പോലും ആയിരുന്നില്ല. ശ്രീനാരായണ ഗുരു വിഗ്രഹം സ്ഥാപിച്ചുകൊണ്ടാണ് കേരളത്തിൽ വലിയ ചലനം ഉണ്ടാക്കിയത്. പക്ഷെ ശ്രീനാരായണ ഗുരു ഒരു വിഗ്രഹ വിശ്വാസിയായിരുന്നില്ല. അതുപോലെ ചട്ടമ്പി സ്വാമികൾ ഒരു വിഗ്രഹ വിശ്വാസിയായിരുന്നില്ല. ഈ അടുത്ത കാലം വരെ കേരളത്തിൽ വലിയ പ്രഭാഷണം നടത്തിപ്പോന്നിരുന്ന സുകുമാർ അഴീക്കോട് വിഗ്രഹ വിശ്വാസിയായിരുന്നില്ല. വിവേകാനന്ദൻ വിഗ്രഹ വിശ്വാസിയായിരുന്നില്ല. വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിഗ്രഹ വിശ്വാസിയായിരുന്നില്ല. അവരൊക്കെ ദൈവവിശ്വാസികളായിരുന്നു. അവരൊക്കെ ആത്മീയതയെ കണ്ടത് വിഗ്രഹത്തിനപ്പുറത്താണ്, ആൾദൈവങ്ങൾക്കപ്പുറത്താണ്. വിവേകാനന്ദൻ ഒരു സ്കൂൾ നടത്തിയില്ല, വിവേകാനന്ദൻ കോളേജ് നടത്തിയില്ല, വിവേകാനന്ദന് ടിപ്പർ ലോറി ഇല്ലായിരുന്നു. വിവേകാനന്ദൻ ആത്മീയ പ്രചാരണം വൻതോതിൽ നടത്തിയ ആളാ എന്ന് മാത്രമല്ല, ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യം എന്ത് എന്നുള്ളത് 30 ദിവസം കടലിൽ കൂടെ കപ്പലിൽ യാത്ര ചെയ്ത് അമേരിക്കയിലെ ലോക മത സമ്മേളനത്തിൽ ചെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് വിവേകാനന്ദൻ. ആ സമ്മേളനത്തിൽ വിവേകാനന്ദൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ആളുകൾ കൂവി വിട്ടു. കാരണം 30 വയസ്സ് പ്രായമേ ഉള്ളൂ,
ചെമ്പട്ട് ഉടുത്തിരിക്കുകയാണ്, നെറ്റിയിൽ കുറിയുണ്ട്, തലയിൽ ഒരു കെട്ടുണ്ട്, തടിച്ചെരുപ്പിനകത്താണ് വിവേകാനന്ദൻ നിൽക്കുന്നത്. അപ്പൊ ആളുകൾ കൂവി. പിറ്റേ ദിവസം ഒരു മദാമ്മ വിവേകാനന്ദനുമായി സ്വകാര്യ സംഭാഷണം നടത്തി. ആ മദാമ്മയ്ക്ക് മനസ്സിലായി ഇയാൾ വിവരമുള്ളവനാണ്. അപ്പൊ അവരുടെ ഇടപെടൽ കൊണ്ട് 5 മിനിറ്റ് സംസാരിക്കാൻ വിവേകാനന്ദനെ പിറ്റേന്ന് അനുവദിച്ചു. വിവേകാനന്ദൻ കയറി ലോകത്തുള്ള മതപുരോഹിതന്മാരുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, ഐ ആം കമ്മിങ് ഫ്രം ആർഷഭാരത്. ആളുകൾ അന്തിച്ചു നോക്കി. ആർഷഭാരത് എന്ന് അവർ കേട്ടിട്ടില്ല. ഭാരതം എന്ന് കേട്ടിട്ടുണ്ട്, ഇന്ത്യ എന്ന് കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഉപയോഗിച്ച വാക്ക് ആർഷഭാരത് എന്ന. ആളുകൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആർഷഭാരതത്തിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് അദ്ദേഹം സംബോധന ചെയ്ത് എങ്ങനെ? അവിടെ ഉള്ളവരെല്ലാം സംബോധന ചെയ്യുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇദ്ദേഹം സംബോധന ചെയ്തത് മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, എന്റെ സഹോദരി സഹോദരന്മാരെ. വെണ്ണയിൽ കത്തി ഇറങ്ങുന്നത് പോലെ വിവേകാനന്ദന്റെ വചനങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി. അപ്പൊ വിവേകാനന്ദൻ പറഞ്ഞു, ആർഷഭാരതത്തിന്റെ പ്രത്യേകത അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ലോകത്തുള്ള പല രാജ്യങ്ങളും എല്ലാ മതങ്ങളെയും ആട്ടിയോടിക്കുമ്പോൾ എല്ലാ മതങ്ങൾക്കും സ്വാഗത കവാടം തുറന്നിട്ട് കൊടുത്ത ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വരുന്നത് എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. ആ വിവേകാനന്ദന് പ്രതിമയില്ല, സർദാർ വല്ലഭായ് പട്ടേലിന് പ്രതിമയുണ്ട്. ഈശ്വരു അല്ലാ തേരേ നാം. നിങ്ങൾ ബ്രിട്ടീഷുകാരെ എതിർക്കാതിരിക്കുന്നത് മുസൽമാന്റെയും ഹിന്ദുവിന്റെയും പേരിലാണെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന രാമനും നിങ്ങൾ ആരാധിക്കുന്ന റഹീമും ഒരേ നാമമാണ്, ഈശ്വർ അല്ലാ തേരേ നാം എന്ന് പ്രഖ്യാപിച്ച മഹാത്മാഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിച്ച് ആ മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ അധികാരികൾ ഉദയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മൂട് മറന്ന് എണ്ണ തേക്കുന്നവർ, തല മറന്ന് എണ്ണ തേക്കുന്നവർ, പാരമ്പര്യത്തെ തകർക്കുന്നവർ, ചരിത്രത്തെ തിരസ്കരിക്കുന്നവർ, അവർ എന്തും കച്ചവടമാക്കി മാറ്റുന്നവർ, എന്തും ലാഭമാക്കി മാറ്റുന്നവർ, എല്ലാം ലാഭാധിഷ്ഠിതമാക്കി മാറ്റുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം കച്ചവടങ്ങൾ, വ്യാപാരങ്ങൾ, ആത്മീയതയെ, ഭക്തിയെ, വിശ്വാസത്തെ എല്ലാം കച്ചവടമാക്കി മാറ്റും. ആ കച്ചവട തന്ത്രമാണ് നമ്മൾ പൊളിച്ചെടുക്കേണ്ടത്. ആത്മീയ വ്യാപാരമാണ്, അതിനെ വാണിജ്യമാക്കുന്നതിനെയാണ് പൊളിച്ചെടുക്കേണ്ടത് എന്നതാണ് ഇത്തരം ഘട്ടങ്ങളിൽ ഉയർന്നു വരേണ്ട പ്രശ്നം. ഇവരുടെ പിറകിൽ ആളുകൾ പോകുന്നത് ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടുക, ചിലത് ഫലിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഫ്രാൻസിൽ റോക്കറ്റ് വിക്ഷേപിക്കാൻ പോകുന്നു ആകാശത്തേക്ക്. അപ്പോ കൗണ്ട് ഡൗൺ തുടങ്ങി. ഇങ്ങനെയാണല്ലോ, 100, 99, 98 ഇങ്ങനെ താഴോട്ട് എണ്ണുകയാണ്. 1-ലെത്തി 0-ലെത്തുമ്പോൾ കത്തിച്ച് മേളോട്ടിടും. ആ റോക്കറ്റിന്റെ കൗണ്ട് ഡൗൺ എന്നാ പറയുന്നത്. കൗണ്ട് അപ്പ് അല്ല, കൗണ്ട് ഡൗൺ ആണ്. അപ്പൊ കൗണ്ട് ഡൗൺ കഴിഞ്ഞു, റോക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ ശാസ്ത്രജ്ഞന്മാരെല്ലാം വിയർത്തു. ഒരു മലയാളി ഓടിച്ചെന്ന് ഒരു ശാസ്ത്രജ്ഞനൊക്കെ പറഞ്ഞു, സാറേ അല്പം ചരിച്ചു വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. റോക്കറ്റ് ചരിച്ചു വെച്ചു, സ്റ്റാർട്ട് ചെയ്തു. റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ചു പോയി. ഈ ശാസ്ത്രജ്ഞൻ മലയാളിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കിത് എങ്ങനെ കൈവശം വന്നു, നിങ്ങളിത് എങ്ങനെ പഠിച്ചു? അപ്പൊ അയാൾ പറഞ്ഞു, ഒന്നുമില്ല സാറേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ സ്കൂട്ടർ സ്റ്റാർട്ടായില്ലെങ്കിൽ ചരിച്ചു വെച്ചിട്ട് അടിക്കാറുണ്ട്, അങ്ങനെ നോക്കാൻ പറഞ്ഞാ. അതുപോലെ വെച്ച് കാച്ചുന്ന ഇതല്ല, ഒത്താലൊത്ത ഇല്ലെങ്കിലില്ല. അതുകൊണ്ട് ഈ കച്ചവടത്തെ എതിർക്കാനുള്ള ഒരു ബോധം KNM ഏറ്റെടുത്തതിൽ പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് നൂറുദ്ദീൻ കുട്ടി സാറ് പറഞ്ഞത്. പക്ഷേ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദം.